നിങ്ങളൊക്കെ വാർത്തകൾ വല്ലതും കേൾക്കുന്നുണ്ട്? നമ്മുടെ നാട്ടിൽ ഇത്ര കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് ആർക്കും കിട്ടാത്ത എക്സ്ക്ലൂസീവ് ന്യൂസുകൾ കാണിക്കുന്ന ഒരേ ഒരു ചാനലേ ഇന്ന് കേരളത്തിലുള്ളൂ. അത് നമ്മുടെ വിസർജനം ചാനലാണ്. സത്യത്തിൽ ഈ രണ്ട് വാർത്തകൾ കേട്ടപ്പോഴത്തും ഞാൻ ഞെട്ടി. അതിൽ ആദ്യത്തെ വാർത്ത ഞെട്ടലോ ഞെട്ടൽ, അമ്മാതിരി സാധനം, എക്സ്ക്ലൂസീവ് സാധനമാണ് ഇങ്ങോട്ട് എടുത്തിട്ടത്. ഈ വിസർജനം ചാനലിനകത്ത് ഇപ്പോൾ ഒരു പുതിയൊരു പരിപാടിയുണ്ട്. ഈ ടാങ്കിന്റെ പുറത്ത് കുറെ കീടാണുക്കളെല്ലാം കൂടെ കൂടിയിരുന്നുകൊണ്ട് അപരമത വിദ്വേഷം, പച്ച വർഗീയതയും പറയുന്ന ഒരു പ്രോഗ്രാം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ചില വേട്ടാവളിയന്മാർ കഴിഞ്ഞ ദിവസം കരഞ്ഞു മെഴുകി ഉസ്താദിനെ വിളിച്ച് മാപ്പ് പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടല്ലോ. മറ്റുള്ളൊരു സ്വയം സേവ സംഘകൻ മരണപ്പെട്ടപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ ബോഡി ഏറ്റുവാങ്ങിയത് ഇർഫാൻ ഇക്ബാൽ എന്ന് പറയുന്ന കാസർഗോട്ടെ മുസ്ലിം ലീഗിന്റെ ഒരു പഞ്ചായത്ത് മെമ്പറാണ്. അത് ഹൈന്ദവ മത വിശ്വാസ പ്രകാരം ദഹിപ്പിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. ആ ഒരു വാർത്ത ചാനലിനകത്ത് കൊടുത്തത് സേവാഭാരതിയുടെ ആംബുലൻസിനകത്ത് കൊണ്ടുവന്ന് സേവാഭാരതി മൊത്തം പൈസ മുടക്കി സേവാഭാരതിയാണ് ഇതെല്ലാം ചെയ്തതെന്ന തരത്തിൽ ഇലവന്മാരുടെ വാർത്ത വന്നല്ലേ. എന്നാൽ സമൂഹ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിലും ഈ പറയുന്ന വിസർജനം ചാനലിനെയും ഈ ഷാം എന്ന് പറയുന്ന ഇത് പറഞ്ഞ ഈ ന്യൂസ് എഡിറ്റർ എന്ന് പറയുന്ന ഈ വെട്ടാവളിയനൊക്കെ എടുത്ത് അങ്ങോട്ട് ഭിത്തിയിലേക്ക് കാലേ വരി ഇവിടുത്തെ ജനങ്ങൾ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് മാപ്പും കോപ്പുമായിട്ട് വന്ന് സവർക്കറുടെ സ്വഭാവം കാണിച്ച് നമ്മുടെ അൻസാരി സൂര്യ ഉസ്താദിനടുത്ത് കരഞ്ഞു മെഴുകിയതൊക്കെ നമ്മൾ കണ്ടതാണ്. വളരെ ഞെട്ടലുളവാക്കുന്ന ഒരു വാർത്തയാണ്. ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് നടത്തുന്ന ഒരു ഹോട്ടൽ, ഈ ഹോട്ടലുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഈ ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ള ഒരു ലേഡി അവർ പ്രൊമോഷൻ വീഡിയോകളാണ് കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിൽ ഇവരതിൻ്റെ ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്തിരുന്നു. ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദൂരെ നിന്നൊക്കെ ആൾക്കാർ വരുമ്പോഴത്തേക്ക് താമസിക്കാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്തൊക്കെ തന്നെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ കണ്ടന്റ് ക്രിയേറ്റർ ഇതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തത് അത് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഹൈന്ദവ മത വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നതും ഗുരുവായൂർ ക്ഷേത്രത്തെ കളങ്കപ്പെടുത്തുന്ന രീതിയിലാണ് ഇവർ ചെയ്തിരിക്കുന്നതാണ് പറയുന്നത്. എന്താണെങ്കിലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. അതിനുശേഷം ഒരു 2-3 വീഡിയോയും കൂടെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഞാൻ കാണിച്ചു തരാം. നമുക്ക് ആദ്യം ഇതെന്താണെന്ന് നോക്കാം. ഹൈന്ദവ ക്ഷേത്ര നഗരിയായ ഗുരുവായൂരിനെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിക്കാൻ ശ്രമം. അനാശാസ്യ പ്രവർത്തനത്തിന് ഗുരുവായൂരിൽ വാടകയ്ക്ക് സ്ഥലം എന്ന രീതിയിലാണ് പ്രചാരണം. തിരുവനന്തപുരം സ്വദേശിയുടെ ഹോട്ടലിന്റെ പരസ്യമാണ് ഗുരുവായൂരിനെ അപമാനിക്കുന്ന രീതിയിൽ ചിത്രീകരിച്ചത്. മാധവി എന്ന ഇൻസ്റ്റാഗ്രാം പേജിലാണ് വീഡിയോ പ്രചരിക്കുന്നത്. വീഡിയോയ്ക്കെതിരെ വ്യാപക പ്രതിഷേധമുയരുകയാണ്. ഞങ്ങളുടെ പാർട്ട്ണറുമായി 2 മണിക്കൂർ ചെസ്സൊക്കെ കളിച്ചിരിക്കാൻ പറ്റിയ സ്ഥലം കാണിച്ചു തരട്ടെ ഗുരുവായൂരിൽ. അതും വരും 349 രൂപയ്ക്ക്. ഇനി 2 മണിക്കൂർ കൊണ്ട് നിങ്ങളുടെ കളി കഴിഞ്ഞില്ല എന്ന് വിചാരിക്കാം. 6 മണിക്കൂറിന് വരും 390 രൂപയുള്ളൂ. ഇനിയിപ്പോ 6 മണിക്കൂർ കൊണ്ട് കളിച്ചു കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട, ഫുൾ ഡേറ്റ് ഇവിടെ വരും 999 ഉള്ളൂ കേട്ടോ. പിന്നെ പ്രൈവസിയുടെ കാര്യത്തിൽ ഒരു പേടിയും പേടിക്കണ്ട കേട്ടോ, നല്ല പ്രൈവസി ഉണ്ട് ഇവിടെ. റൂംസ് ഒക്കെ നല്ല ക്ലീൻ ആണ് കേട്ടോ. TV, വൈഫൈ, ഹോട്ട് വാട്ടർ എല്ലാം. ഗോകുൽ രമേശ് ചേരുന്നു വാർത്തയുടെ വിവരങ്ങളുമായി. ഗോകുൽ, ഇതിന് മുൻപും ഗുരുവായൂരിനെ ആക്രമിക്കാനുള്ള വളരെ ആസൂത്രിതമായ ശ്രമം തന്നെയാണ് ജിഹാദികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇതിപ്പോൾ ഒരു ഹോട്ടലിന്റെ പരസ്യം എന്നുള്ള രീതിയിൽ ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ ക്ഷേത്ര നഗരിയായ ഗുരുവായൂരിനെ അപമാനിക്കാനുള്ള വളരെ ബോധപൂർവമായ ഒരു ശ്രമം തന്നെയാണ് നടക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഈ ഇൻസ്റ്റഗ്രാം പേജിലൂടെ ഈ വ്യക്തി പറയുന്നത്? രോഹിണി, അതായത് ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാ കേന്ദ്രങ്ങളിലൊന്നാണ് ഗുരുവായൂർ എന്ന് പറയുന്നത്. അത്രമാത്രം പുണ്യമായിട്ട് കരുതുന്ന ഒരു ക്ഷേത്ര നഗരിയാണ് ഗുരുവായൂർ ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം. ആ ക്ഷേത്ര നഗരിയെ വിവാദത്തിൽ മുക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള ഒരു നിഗൂഢമായിട്ടുള്ള ശ്രമങ്ങൾ, മനഃപൂർവ്വമായിട്ടുള്ള ശ്രമങ്ങൾ അടുത്തിടെയായിട്ട് വ്യാപകമായിട്ട് നടന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ച് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിട്ട് ഈ സംഭവത്തെ നമുക്ക് കണക്കാക്കുവാനായിട്ട് സാധിക്കും. ഈ ഗുരുവായൂർ നഗരത്തെ ഇത്തരത്തിൽ അനാശാസ്യ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു വ്യാജ പ്രചാരണമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഗുരുവായൂരിൽ അനാശാസ്യ പ്രവർത്തനങ്ങൾക്ക് വാടകയ്ക്ക് സ്ഥലം നൽകുമെന്നുള്ള രീതിയിലൊരു വീഡിയോ ആണ് ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മണിക്കൂർ കണക്കിന് വാടകയ്ക്ക് ഈ സ്ഥലം നൽകും, അനാശാസ്യ പ്രവർത്തനത്തിന് നൽകും എന്നുള്ള രീതിയിൽ ഒരു പരസ്യ വീഡിയോ ആണ്, റീലാണ്, ഇൻസ്റ്റഗ്രാം റീലാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള വ്യക്തിയുടെ ഒരു ഹോട്ടലിന്റെ പരസ്യമാണ് ഈ രീതിയിൽ മാധവി എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ മോശമായിട്ട് ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ ഈ റീൽ ചിത്രീകരിച്ചിരിക്കുകയാണ്. തീർത്തും ഗുരുവായൂർ എന്ന് പറയുന്ന ആ സ്ഥലത്തിന്റെ പവിത്രതയെയും അതിന്റെ ആധ്യാത്മിക പാരമ്പര്യത്തെയും ഒക്കെ അപമാനിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ആ വീഡിയോ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ വീഡിയോ കാണുമ്പോൾ തന്നെ അത് വ്യക്തമാവുകയും ചെയ്യും. എന്തായാലും ഈ ഒരു പ്രവണതയ്ക്കെതിരെ, ഈ ഒരു സംഭവത്തിനെതിരെ ഹൈന്ദവ സംഘടനകൾ വലിയ പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഹൈന്ദവ സംഘടനാ നേതാക്കൾ ശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെ ഈ വിഷയത്തിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള ഒരാളുടെ ഉടമസ്ഥയിലുള്ള ഹോട്ടലാണിത്. ദ്വയാർത്ഥ പദം ഉപയോഗിച്ചുകൊണ്ടാണ്
ഇവരിങ്ങനെ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. ഗുരുവായൂരാണ് ഈ ഒരു ഹോട്ടൽ ഉള്ളത്. ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് എന്തെങ്കിലും പരാമർശം നടത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും മറ്റ് 2-3 വീഡിയോകളുണ്ട്, അതുകൂടെ ഒന്ന് വേണം. ഗുരുവായൂർ ഭാഗത്തൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റൂംസ് നോക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇപ്പൊ തന്നെ സേവ് ചെയ്ത് വെച്ചോളൂ. വെറും 499 രൂപയ്ക്ക് കാണുന്ന ഈ ഒരു കിടലൻ AC റൂം കിട്ടിയാലോ? അതേ ഗൈസ് 2 ഹവേഴ്സിന് വെറും 499 രൂപ മാത്രമാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. ഇനി ഗുരുവായൂർ അമ്പലത്തിൽ വരുന്നവരൊക്കെ സ്റ്റേയിന്റെ കാര്യം ആലോചിച്ച് ആരും ടെൻഷൻ അടിക്കേണ്ട. കപ്പിൾസ് ആയാലും ഫ്രണ്ട്സ് ആയാലും ഫാമിലി ആയാലും നല്ല സേഫ് ആയിട്ട് സ്റ്റേ ചെയ്യാം. ഇനി 6 ഹവേഴ്സ് ആണെങ്കിൽ 699 രൂപയും 1 ഡേ ആണെങ്കിൽ 1499 ആണ് വരുന്നത്. അപ്പൊ ലൊക്കേഷൻ വരുന്നത് ഗുരുവായൂർ ഈസ്റ്റ് നട ഹോട്ടൽ ആർവിസ് റീജൻസി. അപ്പൊ ഈ റൂം ബുക്ക് ചെയ്യാനായിട്ടും എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കയറി കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് 3 മണിക്കൂർ സംസാരിച്ചിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം കാണിച്ചിട്ട്, അതും തൃശ്ശൂർ KSRTC തൊട്ടടുത്തായിട്ട്. നല്ല വിശാലമായിട്ടുള്ള ബെഡാണ് കേട്ടോ. 4 പേർക്ക് വരെ സുഖമായിട്ട് കിടക്കും. ഇവിടെ 3 മണിക്കൂറിന് വരും 900 റുപ്പീസ് ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോ നിങ്ങൾക്ക് 3 മണിക്കൂർ കൊണ്ട് സംസാരിച്ച് കഴിഞ്ഞിട്ടില്ല, ഫുൾ ഡേ വേണമെന്നുണ്ടെങ്കിൽ ഫുൾ ഡേക്ക് വരും 1600 രൂപ ഉള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ ഫ്രീ വൈഫൈയും സ്മാർട്ട് TV ഉണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് പ്രൈവസിയുടെ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട കേട്ടോ. നിയറസ്റ്റ് റൂംസിന്റെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ KSRTC ബസ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്തായിട്ടാണ് കേട്ടോ. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒരു ഹായ് അയച്ചാൽ മതി. കപ്പിൾസിന് പ്രൈവസി മസ്റ്റ് ആണ്. അതിന് പറ്റിയ റൂം തൃശ്ശൂർ ഞാൻ കാണിച്ചു. ഇവിടെ റൂം ബുക്ക് ചെയ്യാനായിട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. അതിന് നിങ്ങൾക്കൊരു കോഡ് തരും. കോഡ് ഇവിടെ എൻട്രി ചെയ്യുക, ഇത് തുറക്കുക, താക്കോൽ എടുക്കുക, ഉള്ളിലേക്ക് കയറാം. ഇവിടെ റിസപ്ഷൻ ഒന്നും ഇല്ല കേട്ടോ. കുട്ടികൾക്ക് ചാടി കളിക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് ബെഡ്. ഇവിടെ സിംഗിൾ റൂം മാത്രമല്ല കേട്ടോ, 2 BHK അപ്പാർട്ട്മെന്റും ഉണ്ട്. ഇവിടെ ബാൽക്കണീസ് ഉണ്ട് കേട്ടോ. ഇനിയിപ്പോ നിങ്ങൾക്ക് ഇവിടെ ഹവറിലോ ഡെയിലിയോ വീക്കിലോ എങ്ങനെ വേണമെങ്കിലും ബുക്ക് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോ തൃശ്ശൂർ പൂരമൊക്കെ അല്ലേ വരണേ, അതിന് പറ്റിയൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അപ്പൊ തൃശ്ശൂർ പ്രൈവസി ആയിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്റ്റേ നോക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇത്രയും വീഡിയോകൾ നിങ്ങൾ കണ്ടല്ലോ അല്ലേ? ഇത് ഈ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയിലുള്ള പല ഹോട്ടലുകളാണ്. ഇപ്പം ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കാണ് ഏറ്റവും കൂടുതൽ ഹൈന്ദവ മത വിശ്വാസികൾ അവർ ഈ കല്യാണം ആവശ്യവുമായി ബന്ധപ്പെട്ടും മറ്റു പല കാര്യങ്ങൾക്കും ഈ ക്ഷേത്രത്തിലേക്ക് വരാറുണ്ട്. ചിലരൊക്കെ ചിലപ്പം 1, 2, 3 മണിക്കൂർ മാത്രം സ്പെൻഡ് ചെയ്യും. ചിലർ ഫ്രഷപ്പ് ആവാൻ വേണ്ടി ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടി ഫ്രഷപ്പ് ആവാൻ വേണ്ടി അവർ റൂം എടുക്കും. അപ്പോൾ അതിനുള്ള ഒരു പരസ്യമായിട്ടാണ് ഇവരിത് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ദ്വയാർത്ഥ പദം കലർന്ന രീതിയിലാണ് ആദ്യത്തെ വീഡിയോ എന്നാണ് പറയുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തെയും ഗുരുവായൂരപ്പനെയും ഹൈന്ദവ മത വിശ്വാസത്തെയൊക്കെ വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള ലവന്മാർ വന്നിരുന്നുകൊണ്ട് പറയുന്നത്. സത്യം പറയാമല്ലോ, ഇതെന്താ നമ്മളിത് പറയേണ്ടത്? ഇത്തരം വാർത്തകൾ മാത്രമേ ഇവന്മാർക്കൊക്കെ കിട്ടത്തുള്ളൂ. ഈ നാട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നത്. തിരുവനന്തപുരത്ത് കാപ്പ കേസിൽ പ്രതിയായിട്ടുള്ള സുഗതൻ എന്ന് പറയുന്ന BJPയുടെ ഇപ്പോഴത്തെ ഒരു കൗൺസിലർ 17ഓളം കേസിൽ പ്രതിയാണ്. അതിനെക്കുറിച്ചിട്ട് ഈ സെപ്റ്റി ടാങ്കിനകത്ത് ഇവന്മാർ ചർച്ച ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കാണിച്ചു കൂട്ടുന്ന തെമ്മാടിത്തരങ്ങൾ മാർക്കറ്റിനെക്കാട്ടി കഷ്ടമായിട്ടുള്ള രീതിയിലാണ് അതിനകത്ത് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ചിട്ടൊന്നും ഒരു വീഡിയോ ചെയ്യാൻ ഇവന്മാരാരുമില്ല. വളരെ പ്രാധാന്യമുള്ള ഒരു വാർത്തയാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ കൊള്ള. 60 കിലോ വെള്ളിയും 200 കോടിയിൽ ഏറെ പണവും അവിടുന്ന് ഈ പറയുന്ന പരിവാറിന്റെ ആളുകൾ മോഷ്ടിച്ചു എന്നുള്ള വാർത്ത വന്നിട്ട് ഇതിനെക്കുറിച്ചിട്ടൊന്നും ചർച്ച ചെയ്യാൻ നമ്മുടെ മലൻ നമ്പ്യാർക്കോ വിസർജനം ചാനലിലെ കീടാണുക്കൾക്കോ ഒന്നും സമയമില്ലെന്നുള്ള മാധ്യമ പ്രവർത്തനം എന്നാണോ പറയേണ്ടത്, അതോ വേറെ എന്തെങ്കിലും ആണോ പറയേണ്ടത്? സ്വദേശിയുടെ ഒരു ഹോട്ടലിലാണ് ഇത്തരത്തിലൊരു പരസ്യം കണ്ടത്. ആ പെൺകുട്ടി തന്നെ പല ഹോട്ടലിന്റെ പരസ്യങ്ങളും ഇതേപോലെ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മറ്റു പലരും ഇത്തരത്തിലുള്ള വീഡിയോകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പിന്നിൽ ജിഹാദാണ്, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ പിന്നിൽ ജിഹാദികളാണെന്നാണ് ഈ വേട്ടാവളിയന്മാർ പറയുന്നത്. ഹോട്ടലിന്റെ മുതലാളി ആരാണെന്നും ഈ ഹോട്ടലിന്റെ പിന്നിലുള്ള ജിഹാദ് ഏതാണെന്നും ജിഹാദികൾ ഏതാണെന്നും നീയൊക്കെ അത് വെളിപ്പെടുത്തണം കേട്ടോ. ഈ പുട്ടിന് പീരയിടുന്ന കണക്ക് ചുമ്മാ ജിഹാദ് ജിഹാദ് എന്ന് വന്ന് വിളിച്ചു കൂവുന്ന ഈ പ്രവണത നീയൊക്കെ നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ ജനങ്ങൾ പൊറുതിമുട്ടി ഈ സെപ്റ്റി ടാങ്ക് കയറി അടിച്ചു പൊളിക്കുന്ന ഒരു കാഴ്ചയും കൂടെ നമ്മൾ ചിലപ്പോൾ കാണേണ്ടി വരും. ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കമന്റുകൾ അറിയിക്കാൻ അടുത്തൊരു വീഡിയോ കാണാം.